കൊല്ലൂർ സൗപർണിക നദിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെയാണ്. ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വസുധ ചക്രവർത്തിയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 45 വയസ്സായിരുന്നു വസുധയ്ക്ക്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വസുധയെ സൗപർണിക നദിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓഗസ്റ്റ് 27-നായിരുന്നു വസുധ ബാംഗ്ലൂരിൽ നിന്നും കൊല്ലൂരിലെത്തിയത്. തുടർന്ന് സൗപർണിക നദിയുടെ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഇത് പ്രദേശവാസികളിൽ ചിലർ കാണുകയും ചെയ്തിരുന്നു. മണിക്കൂറുകളോളം കാർ അനാഥമായി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ പിന്നാലെ പോലീസിൽ വിവരമറിയിച്ചു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് വസുധയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അബദ്ധത്തിൽ വെള്ളത്തിൽ വീഴാനുള്ള സാധ്യതയാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ആത്മഹത്യക്കുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലെന്നും പോലീസ് പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്നും പോലീസ് അറിയിച്ചു. കോർപ്പറേറ്റ് ജീവിതം അവസാനിപ്പിച്ചാണ് വസുധ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് കടന്നുവരുന്നത്. കാടുകളും നദികളും അവിടങ്ങളിലെ ആവാസ വ്യവസ്ഥകളുമായിരുന്നു വസുധയുടെ ക്യാമറയിൽ അധികവും പതിഞ്ഞത്. വനത്തിനുള്ളിലെ വസുധയുടെ ഏകാന്തവാസം ഏറെ ശ്രദ്ധ നേടിയിരുന്നതാണ്. വന്യജീവിതത്തിന്റെ സൗന്ദര്യം ഒപ്പുക മാത്രമായിരുന്നില്ല, അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയായിരുന്നു വസുധ നടത്തിയിരുന്നത്. അടുത്ത കാലത്ത് നദീതടങ്ങളിലെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനായി വസുധ ഒരു ശ്രമം ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് അവർ കൊല്ലൂരിൽ എത്തിയത്. ഫോട്ടോഗ്രാഫിക്ക് പുറമെ കിക്ക് ബോക്സിംഗിലും കരാട്ടയിലും വസുധ പ്രാവീണ്യം തെളിയിച്ചിരുന്നു.